പക്ഷെ ഞാൻ ഒരൊറ്റ കാര്യം പറയാണ് യൂട്യൂബുകാരോട്, ഒരാളെ കൊന്ന് നിങ്ങൾ പൈസ ഉണ്ടാക്കിയാൽ നിങ്ങൾ തിന്നാൻ ദഹിക്കില്ല കേട്ടോ. അത് നിങ്ങൾ ദൈവത്തെ ഓർത്ത് മരിച്ചവരെ നിങ്ങൾ പോയി കണ്ടിട്ട് നിങ്ങൾ കൊന്നോ. പക്ഷെ കൊല്ലാത്ത എന്നെ ഇനി കൊല്ലല്ലേ മക്കളെ, കുറച്ച് നാൾ കൂടി ജീവിക്കണമെന്നുണ്ട്. സങ്കടം ഉണ്ടായത് എന്താണെന്നറിയാമോ, ഈ ഫോൺ ഇങ്ങനെ വിളിക്കുമ്പോൾ അമ്മ കേൾക്കണുണ്ട്. അമ്മ പറയാം, എൻ്റെ ലീലയ്ക്ക് എന്താ പറ്റിയത്, എൻ്റെ ലീല സത്യം. എൻ്റെ അമ്മ ഹാളിലിരുന്ന്, ഞാൻ അമ്മ കേൾക്കണ്ട വെച്ചാൽ സിറ്റ് ഔട്ടിലേക്ക് ഇരുന്ന്, അപ്പോൾ എൻ്റെ ലീലയ്ക്ക് എന്താ പറ്റിയത്, എൻ്റെ ലീല മരിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ലീലല്ലേ ഇരിക്കണേ, സത്യം എൻ്റെ അമ്മ പറയാണ്. ആർക്കാണ് ഞാൻ ഇത്ര മരിക്കാഞ്ഞിട്ടൊരു ബുദ്ധിമുട്ടെന്ന് ആലോചിക്കാം. ഫസ്റ്റിൽ എനിക്ക് റീത്തും കൊണ്ട് വന്ന് എൻ്റെ വീടിൻ്റെ അടുത്ത് എനിക്കറിയാൻ പാടില്ല. അപ്പം ഞാൻ ഈ ഗെയിം കളിക്കും, രാത്രിക്ക് ഉറക്കം പറഞ്ഞ ഗെയിം കളിക്കണം. അപ്പം അതിനൊരു പൊട്ട ഫോണുണ്ട്, ഒരു ഫോൺ നല്ലതുണ്ട്. ഈ പാമ്പ് പാമ്പ് കോണിയൊന്നും അല്ല, മറ്റേ ക്യാൻഡി ക്രഷ്. ഹലോ, ഞാനാണ്, ഞാൻ മരിച്ചിട്ടില്ല. അപ്പോഴേക്ക് മറ്റേതാണ് അതോടെ വെച്ചു. ഹലോ, കുളപ്പുള്ളിയിലാണ്, മരിച്ചിട്ടില്ല. ഹലോ, ഇല്ല ഞാൻ മരിച്ചിട്ടില്ല. ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക. അപ്പൊ എന്റെ ശബ്ദം ചെറുതല്ലേ, അതുകൊണ്ട് ഒരു 4 വീടിന്റെ അപ്പുറം എത്തിയപ്പോ ഞാൻ മരിച്ചിട്ടില്ല എന്ന് പറയുമ്പോ ഭർത്താവ് പറയാം, ഇതിങ്ങനെ കരഞ്ഞോണ്ട് വരാം. എടി നീ കരച്ചിലൊക്കെ മാറ്റ്, അമ്മയുടെ ശബ്ദമാണോ കേൾക്കുന്നത്. Own your pride. Pride Diamond Collections by Joya Lucas, world's favorite jeweler. സത്യത്തിൽ സംഭവിച്ച എന്ന സിനിമയെ പറ്റി സംസാരിക്കാൻ ആ സിനിമയിൽ പ്രധാനപ്പെട്ട താരങ്ങൾ എല്ലാവരുമാണ് ചേരുന്നത്. നമസ്കാരം. 90s 80s കാലഘട്ടം, ഇപ്പൊ ഭാഗ്യവാൻ എന്നുള്ള സിനിമയ്ക്കൊക്കെ ഉള്ള ഒരു ഫ്ലേവർ ഉണ്ടല്ലോ, അങ്ങനെയൊക്കെ ഉണ്ടോ? ഈ സിനിമയ്ക്ക് അങ്ങനെ പ്രത്യേകിച്ച് സ്പേസ് ഒന്നുമില്ല, എവിടെ വേണേൽ സംഭവിക്കാവുന്ന രീതി സിനിമയാണ്. പിന്നെ തീർച്ചയായിട്ടും ആ നിഷ്കളങ്കതയും ഒക്കെ ഉണ്ട് സിനിമയ്ക്ക്. ഗ്രാമം ആണ്, മുഴുവനായും ഒരു ഗ്രാമത്തിൽ നടക്കുന്ന കഥയാണ്. ആത്മാർത്ഥതയായിട്ട് മണ്ടന്മാരായിട്ടുള്ള കുറച്ച് ആളുകൾ. അതെ അതെ, സിൻസിയർ ആയിട്ട് ആത്മാർത്ഥ മണ്ടത്തിലുള്ള ആൾക്കാർ. എന്താ അവസ്ഥ? വിഷ്ണു പറയുന്നത് ഞാൻ ഓർക്കുകയായിരുന്നു. ശരിയാണ്, അത്തരം സിനിമകളിൽ ഒരു ഫ്ലേവറുള്ള തനി നാടൻ സ്വഭാവമുള്ള കുറേ കഥാപാത്രങ്ങളും അവിടെ നടക്കുന്ന സംഭവ ബഹുലകതകളും ഒക്കെയാണ് ഇതിന്റെ ഒരു ഇതിവൃത്തം എന്ന് പറയുന്നത്. രമേശേട്ടനെ കുറെ കാലത്തിന് ശേഷം അലക്കി തേച്ച ഷർട്ടില്ലാതെ കാണാൻ പറ്റിയതിന്റെ ഒരു സന്തോഷം. അത് ശരിയാണ്, പക്ഷെ എനിക്കതൊരു ഇതായിട്ട് തോന്നുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഇത് നമ്മൾ ചെറുപ്പം മുതലേ ഈ മാർബിളിലും ടൈൽസിലും ഒന്നും അല്ലാത്തതുകൊണ്ട് മണ്ണിൽ കളിച്ച് മണ്ണിൽ ഇതായതുകൊണ്ട് മണ്ണിനകത്ത് നമ്മൾ വർക്ക് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് യാതൊരു വിധത്തിലുള്ള ഒരു ഇതും തോന്നില്ല. നമുക്ക് വേണമെങ്കിൽ ആ ചെളിയൊക്കെ മേത്ത് പുരട്ടാനായിട്ടുള്ള ഒരു ഇതുപോലും തോന്നിപ്പോകും. പിന്നെ നാട്ടിൻപുറത്ത് നടക്കുന്ന ഒരു സംഭവം അതായതുകൊണ്ട് നമുക്ക് അതിലേക്ക് വരാൻ വലിയ ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പോൾ കുറച്ച് ഒരു ടോപ്പ് ടയർ കഥാപാത്രമാണല്ലോ സാധാരണ രീതിയിൽ കിട്ടാറ്. അതായത് ഏറ്റവും വലിയ പണക്കാരനായ മുതലാളിയുടെ ഡ്രൈവറാണ്, വെറും ഡ്രൈവറല്ല, അങ്ങനെയാണല്ലോ കിട്ടാറ്. കുറച്ചു കാലത്തിന് ഇത്തിരി ദാരിദ്ര്യവും മണ്ണും പൊടിയും ഒക്കെ ഉള്ള ഒരു വേഷം കിട്ടിയതിന്റെ ഒരു സുഖം ഉണ്ടായിരുന്നു. ഉണ്ട്, ആ ഒരു ചേഞ്ച് നമുക്ക് ഫീൽ ചെയ്യുമല്ലോ സ്വാഭാവികമായിട്ട്. അതൊരു വലിയ ഒരു കാര്യം തന്നെയാണ്. അങ്ങനെ മാറി ചെയ്യുന്നത് ഒരു നല്ലതാണ്. ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് നല്ല ക്യാരക്ടർ കിട്ടുക എന്നുള്ളതാണ് ഇതിനകത്തെ പ്രശ്നം. ചിലപ്പം നല്ല സിനിമകളിലൊക്കെ അങ്ങനത്തെ ക്യാരക്ടർ ഉണ്ടെങ്കിലും ചിലപ്പോൾ നമ്മളെ വിളിക്കുമ്പം മറ്റേ അങ്ങയുടെ സെക്രട്ടറി ആയിട്ട് പുള്ളിയെ എന്ന് പറയും. പക്ഷെ വേറെ നമുക്ക് പറ്റിയ വേഷം അതിനകത്ത് ഉണ്ടാവും. എനിക്ക് തോന്നുന്നു സമീർ നിസ്താർ സേട്ടും ഇദ്ദേഹവും സമാനമായിട്ടുള്ളൊരു പ്രതിസന്ധി നേരിടുന്നുണ്ട്. പിണ്ടിക്കുരിശുമാല, ഡബിൾ ബാരൽ ഗണ്ണ്, ജീപ്പ്, ജുബ്ബ, അതില്ലാതെ ഇവരെ സങ്കല്പിക്കാൻ വയ്യ എന്നുള്ളൊരവസ്ഥ. അത് ചിലപ്പോൾ മാറും. ഞാനത് പരമാവധി അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാനായിട്ടുള്ള ഒരു ശ്രമത്തിലാണ്. മറ്റൊരു സമ്മതിച്ചെങ്കിലേ നമ്മുടെ കയ്യിലല്ലോ. നമ്മൾ ആഗ്രഹം പറയും, ഇതല്ലാതെ വേറെ എന്തെങ്കിലും വേഷമുണ്ടോ എന്നൊക്കെ പറയുകയാണെങ്കിൽ അപ്പൊ അത് മറ്റേ നമ്മളുടെ ഇത് ചേർന്നതാകുമ്പോ ചേരും എന്ന് പറഞ്ഞ് ഇതാകുമ്പോ പിന്നെ നമ്മളോട് തർക്കിക്കാനോ ഒന്നും ബലം പിടിക്കാറില്ല. വേഷം ഇന്ന വേഷം എനിക്ക് തരണമെന്നും പറഞ്ഞ് ഞാൻ ബലം പിടിക്കാറില്ല. ഈ ഒരുപാട് ഈ മരണത്തിന്റെ പോസ്റ്റുകൾ ഇടയ്ക്കിടയ്ക്ക് വരുന്നത് കാണാം. ഇത് കാണാറുണ്ടോ, ഇത് ശ്രദ്ധിക്കുന്നുണ്ടോ? എന്റേതാ ഇപ്പൊ ഞാൻ പറഞ്ഞൊരു പടമില്ലേ, ഈ 25-ാം തീയതി തുടങ്ങാൻ പോവാണ്. ആ പടത്തിന് ആദ്യം ജയശീലൻ എന്ന് പറഞ്ഞ ഒരാളാണ് വിളിച്ചത്. അപ്പോൾ നമ്മുടെ കസ്തൂരിമാനിൽ ചാക്കോച്ചിൻ്റെ ഏട്ടനായിട്ട് അഭിനയിച്ച ആ പയ്യനാണ്. ആ പയ്യനെ തമിഴിൽ എന്തോ ചെയ്യാൻ പോയി അവരായിട്ട് പരിചയം. ഇവരുടെ അടുത്ത് നമ്പറുണ്ട്, ഇതാണോ സംശയം. അപ്പം ഞാൻ മരിച്ചു പോയി എന്നാണ് അവരൊക്കെ പറഞ്ഞത്. അത് കാരണം കൊണ്ട്
നമ്പർ മേടിച്ച് വെച്ചിട്ടും ഒരു വിശ്വാസമില്ല. ഞാൻ എന്നെ വിളിച്ചിട്ട് ചോദിക്കാം, ചേച്ചി മരിച്ചോ? അല്ല ചോദിച്ച് കുളപ്പുള്ളി ഏല ഒന്ന് കിട്ടുമോന്ന് ചോദിച്ചു. അവർ ആരെയാണ്? അല്ല കുളപ്പുള്ളി മരുതിൽ ഒക്കെ അഭിനയിച്ച. ഞാൻ പറഞ്ഞു അത് ഞാനാണ്. കുളപ്പുള്ളി ലീല എന്നാണ് മലയാളത്തിൽ പറയും, തമിഴിൽ പറയും മരുത് പാട്ടിന്ന്. അത് രണ്ടും ഞാൻ തന്നെയാണ്. രണ്ടും നിങ്ങൾ തന്നെയാണോ? ആ, ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ മരിച്ചു പോയി എന്ന് പറഞ്ഞു. നേരിട്ട് ആ പടം 25-ാം തീയതി ഷൂട്ട്. അത് സത്യം. ഐറ ചെയ്തില്ലേ? ഐറ ചെയ്തപ്പോ ഒരു ഹരിയായിരുന്നു. ഇപ്പൊ ഞാൻ ശിവകാർത്തികയുടെ പടം പരാശക്തി ചെയ്ത്, ഈ പരാശക്തിക്ക് എന്നെ വിളിക്കാൻ നിന്നപ്പോ അപ്പൊ ഈ ഐറ ചെയ്ത് ഹരി എന്ന് പറയും, തമിഴ് തന്നെ അവിടുത്തെ. അന്ന് അപ്പം അവിടെ മാനേജരാ, ഇതിൽ ഇവൻ കൺട്രോളറാണ്. അവിടെ കൺട്രോളർ ഇല്ലല്ലോ, ഒക്കെ മാനേജർമാരാണല്ലോ. അപ്പോൾ പറഞ്ഞു എൻ്റെ പേര് മരുതുപാട്ടി പറഞ്ഞപ്പോൾ അയ്യോ മരുതുപാട്ടി മരിച്ചു പോയി എന്ന് പറഞ്ഞു അവർ. അപ്പോൾ ഹരിയുടെ ഇരത്ത് വന്ന് പറഞ്ഞപ്പോൾ എന്താ ചെയ്യും, മരുതുപാട്ടി മരിച്ചു. ആര് പറഞ്ഞു? അല്ല മരിച്ചു, ഐറ ചെയ്തത് ഞാൻ വിളിച്ചിട്ട് അവർ ചെയ്തിട്ടുണ്ട്, ഞാൻ വിളിച്ചു നോക്കാം. അങ്ങനെ അവൻ വിളിച്ചിട്ട് എന്നോട് മരിച്ചോന്നൊന്നും ചോദിച്ചില്ല, എന്തൊക്കെയുണ്ട് വിശേഷം പാട്ടി, അങ്ങനെ നല്ല വിശേഷം, എന്താ ഏതാ എന്നൊക്കെ ചോദിച്ചു. ഒന്നുമില്ല ഞാൻ വിളിക്കാം, ശിവകാർത്തികയുടെ ഒരു പടത്തിന് വേണ്ടിയിട്ടാണ്, ഞാൻ സന്തോഷമിടാന്നൊക്കെ പറഞ്ഞു. പിന്നെ ഇത് മരിച്ചത് പറഞ്ഞിട്ടാണ് വിളിച്ചത്, ഞാൻ തമിഴ്നാട്ടിൽ ചെന്നപ്പോഴാണ് പറയുന്നത്. എന്നിട്ട് ഞാനൊരു ദിവസം അത് എൻ്റെ ഫോണിലുണ്ട്. അപ്പോൾ എൻ്റെ ഫോണിൽ ഞാനിത് അപ്പോൾ ആ സാരിയും ആ ജിംക്കിയും ഒക്കെ എന്നാ എനിക്ക് കിട്ടിയത് ഇവിടുന്ന് ഞാൻ ഇട്ടത് എനിക്കല്ല. അതുപോലെ നല്ലൊരു സാരി ഏതോ ഒരു ഇതിനാണ് അതിലത്തെ വേഷം തോന്നുന്നുണ്ട്. എൻ്റെ കാലിൻ്റെ ഇവിടുന്ന് തൊട്ട് ഇവിടം വരെ മറ്റേ ഇത് മരിച്ചാൽ വെക്കുന്ന സാധനം നീളത്തിൽ വെച്ചിട്ട് ആദരാഞ്ജലി കുളപ്പുള്ളിയിലൊക്കെ. അപ്പോൾ ഞാനത് എൻ്റെ ഫോണിൽ എടുത്ത് വെച്ചു. ഒരു ദിവസം ഞാനിങ്ങനെ നിന്ന് ഇത് കാണിച്ചു കൊടുത്തപ്പോൾ ഒരു ക്യാമറ, ചേച്ചി നമുക്ക് ഇതൊന്നെടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിതിങ്ങനെ തുറന്ന് ഇത് കൈ പിടിച്ചു. എൻ്റെ കയ്യിലുണ്ട്, ഇറങ്ങുമ്പോൾ കാണിച്ചു തരാം. എന്നിട്ട് പറഞ്ഞു ചേച്ചി മരിച്ചിട്ട് എത്രാം ദിവസം ഉയർത്തെഴുന്നേറ്റ്? ഞാൻ പറഞ്ഞു കർത്താവ് മരിച്ചിട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു, ഞാൻ മരിച്ചിട്ട് 3 മിനിറ്റ് കൊണ്ട് ഉയർത്തെഴുന്നേറ്റു. അത്ര ഇപ്പൊ കൊന്ന് ആർക്കാണ് ഞാൻ ഇത്ര മരിക്കാഞ്ഞിട്ടൊരു ബുദ്ധിമുട്ടെന്ന് ആലോചിക്കണം. ഫസ്റ്റിൽ എനിക്ക് റീത്തും കൊണ്ട് വന്ന് ഫസ്റ്റിലത്തെ എൻ്റെ ഇപ്പം ഞാൻ ഇപ്പം പറഞ്ഞില്ലേ ഇത് വെച്ചുണ്ടെന്ന് എൻ്റെ വീടിൻ്റെ അടുത്ത് എനിക്കറിയാൻ പാടില്ല. അപ്പം ഞാൻ ഈ ഗെയിം കളിക്കും, രാത്രിക്ക് ഉറക്കം പറഞ്ഞ ഗെയിം കളിക്കണം. അപ്പം അതിനൊരു പൊട്ട ഫോണുണ്ട്, ഒരു ഫോൺ നല്ലതുണ്ട്. ഈ പാമ്പ് ആപ്പിൾ തന്നെ ഗെയിം ആയിരിക്കും. പാമ്പ് കോണിയൊന്നും അല്ല, മറ്റേ കാൻഡി ക്രഷ്. ഇൻട്രസ്റ്റിംഗ്. പൈസ ഒന്നും ഇല്ലാണ്ട് ചേട്ടാ, പൈസക്കൊന്നും അല്ല, പൈസ ഒന്നും വെച്ച് കളിക്കില്ല. അപ്പൊ ചിലപ്പോ ഒരു ഡൗട്ട് തോന്നി എവിടെയും തോണ്ടുമ്പോ ഒരു ഇതൊക്കെ പറയുമ്പോ അതൊക്കെ വേഗം കളയും. അപ്പൊ ഹലോ ഞാനാണ്, ഞാൻ മരിച്ചിട്ടില്ല. അപ്പോഴേക്ക് മറ്റേതവണ് അതവിടെ വെച്ചു. ഹലോ കുളപ്പുള്ളിയിലാണ്, മരിച്ചിട്ടില്ല. ഹലോ ഇല്ല ഞാൻ മരിച്ചിട്ടില്ല, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു കൂട്ടർ, അതായത് ഞങ്ങളുടെ അവിടെ കിഴക്കേപ്പുറം അമ്പലം എന്ന് പറയും, ആ അമ്പലത്തിൽ പൂജ ചെയ്യുന്ന ഒരു നമ്പൂരിയും അതിൻ്റെ ഭാര്യയാണ്. അതിൻ്റെ ഭാര്യ നല്ല നർത്തകിയാണ്, അറബി രാമകൃഷ്ണൻ്റെ കൂടെ ഒക്കെ അറബിയിൽ പഠിച്ച്. ആ കുട്ടി അവിടെ ഞങ്ങളുടെ അവിടെ അവർക്ക് കുറച്ച് ദൂരമായതുകൊണ്ട് എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ വെച്ച് അവിടുന്ന് ഡാൻസ് പഠിപ്പിച്ചിരുന്നു ഈ കുട്ടി. ഇത് ഞാൻ മരിച്ചു എന്നങ്ങോട്ട് ഇതായി ഇവരും കേട്ടു. രാവിലെ എല്ലാവരുടെയും മൊബൈലിൽ കുളപ്പുള്ളി ലീല മരിച്ചു അന്ത്യാഞ്ജലി എന്ന് പറയണത്, ആദരാഞ്ജലിയും പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും കൂടി പറഞ്ഞു ഈശ്വരോ ഇതൊന്ന് കാണാൻ പോകാന്ന്. ഇവർ കുളപ്പുള്ളി വന്ന് ചെറിയപ്പള്ളി വന്ന് കുളപ്പുള്ളി എന്ന് പറഞ്ഞത് ചെറിയപ്പള്ളി വന്നപ്പോൾ എങ്ങും ഫ്ലെക്സ് കാണാനില്ല. അപ്പം ഇവർ പറഞ്ഞു, ഈ കുട്ടി പറഞ്ഞു അയ്യോ കോഴിക്കോട് കൊണ്ടുപോയി കാണും, എന്നാലും ഇവിടെ എങ്ങും ഫ്ലെക്സ് ഒന്നുമില്ല, ഒന്ന് കാണാൻ പറ്റിയില്ലല്ലോ അമ്മേനെ. കുളപ്പുള്ളി എവിടെ എപ്പോഴും എടുക്കണമെന്ന് അറിഞ്ഞെങ്കിൽ നമുക്ക് കോഴിക്കോട് പോകുമായിരുന്നു പറഞ്ഞു. അപ്പോൾ ഈ ഭർത്താവ് എന്ത് പറഞ്ഞു വെച്ചാൽ സ്വാമി പറഞ്ഞു ഒരു കാര്യം ചെയ്യേ, റീത്തുണ്ട് ഇവരെ കയ്യിൽ, ഇത് അവരവിടെ എവിടെ വെച്ചിട്ട് നമുക്ക് ഇത് ഇവിടെ എവിടെയും വെക്കാം, അല്ലെങ്കിൽ വേണ്ട അങ്ങോട്ട് കളയാം, എന്നിട്ട് നമുക്കൊന്നും നോക്കാം, വീട്ടിലേക്ക് പോവാം ഇതൊന്നും പറയാണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാനിത് 2 ഫോൺ മാറി ഫോൺ ചെയ്ത് തുടങ്ങി. അപ്പം എൻ്റെ ശബ്ദം ചെറുതല്ലേ, അതുകൊണ്ട് ഒരു 4 വീടിൻ്റെ അപ്പുറം എത്തിയപ്പോൾ ഞാൻ മരിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഭർത്താവ് പറയാം ഇതിങ്ങനെ കരഞ്ഞോണ്ട് വരാം, എടീ നീ കരച്ചിലൊക്കെ മാറ്റ്, അമ്മയുടെ ശബ്ദമാണ് സത്യം നടന്ന കാര്യ. അപ്പൊ അവര് പറഞ്ഞത് വെച്ചാൽ വീടിന്റെ അടുത്ത് വന്നാൽ അറിയാലോ, നമ്മളൊന്നും പറയണ്ട. അപ്പോഴേക്കും എന്റെ ശബ്ദം കേട്ടു, വളരെ കുഞ്ഞു ശബ്ദമല്ലേ, എനിക്കറിയാൻ പാടില്ല മക്കളെ എന്തിനാണ്. എന്റെ അമ്മ ഏറ്റവും സങ്കടം ഉണ്ടായത് എന്താണെന്നറിയാവോ, ഈ ഫോൺ ഇങ്ങനെ വിളിക്കുന്നത് അമ്മ കേൾക്കണുണ്ട്. അമ്മ പറയാ എൻ്റെ ലീലയ്ക്ക് എന്താ പറ്റിയത്, എൻ്റെ ലീല സത്യം. എൻ്റെ അമ്മ ഹാളിലിരുന്ന്, ഞാൻ അമ്മ കേൾക്കണ്ട വെച്ചാൽ സിറ്റ് ഔട്ടിലേക്ക് ഇരുന്ന്. അപ്പോൾ എൻ്റെ ലീലയ്ക്ക് എന്താ പറ്റിയത്, എൻ്റെ ലീല മരിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ലീലല്ലേ ഇരിക്കണത്, സത്യം എൻ്റെ അമ്മ പറയാണ്. ഭയങ്കര അതുപോലെ ഒറ്റ കാര്യം ഞാൻ ഈ
യൂട്യൂബുകാരാണ് ഇത് ഇത്രയും കൂടുതൽ വളർത്തി ഉണ്ടാക്കുന്നത്. കാരണം എന്താ വെച്ചാൽ അവർക്ക് ഏറ്റവും കൂടുതൽ പൈസ കിട്ടും. പക്ഷെ ഞാൻ ഒരൊറ്റ കാര്യം പറയുകയാണ് യൂട്യൂബുകാരോട്, ഒരാളെ കൊന്ന് നിങ്ങൾ പൈസ ഉണ്ടാക്കിയാൽ നിങ്ങളത് തിന്നാൻ ദഹിക്കില്ല കേട്ടോ. അത് നിങ്ങൾ ദൈവത്തെ ഓർത്ത് മരിച്ചവരെ നിങ്ങൾ പോയി കണ്ടിട്ട് നിങ്ങൾ കൊന്നോ. പക്ഷെ കൊല്ലാത്ത എന്നെ ഇനി കൊല്ലല്ലേ മക്കളെ, കുറച്ച് നാൾ കൂടി ജീവിക്കണമെന്നുണ്ട്. സത്യത്തിൽ സംഭവിച്ചെന്താന്ന് പറഞ്ഞല്ലോ. സത്യം പറയാണ്, ഭയങ്കര സങ്കടമാണ്. അതൊരു സൂക്കടായി കിടക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. ഒരു പ്രാവശ്യം ഞാൻ തിരുവനന്തപുരത്ത് താമസിക്കുക, എൻ്റെ മരണം കുറച്ചൊന്നുമല്ല, ഒന്ന് തിരുവനന്തപുരത്ത് താമസിക്കുക. അപ്പോൾ ഒരാൾ വിളിച്ചിട്ട്, ഹലോ കുളപ്പുള്ളി ലീലയാണോ? ഞാൻ പറഞ്ഞു അതെ. ഒന്ന് വന്നാൽ കാണാൻ പറ്റുമോ? അതിനെന്താ കാണാൻ പറ്റാണ്ട് എന്താണ്? ഞങ്ങൾ വരട്ടെ ഒരു മണിക്കൂർ. ഞാൻ പറഞ്ഞു നിങ്ങൾ 1 മണിക്കൂർ 9 മണിക്കൂർ കഴിഞ്ഞോന്നോ, ഞാൻ എൻ്റെ വീട്ടിലുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്താ പറഞ്ഞിട്ടുണ്ടാക്കുന്നോ, ഇവർ ഏതോ ഒരു കൺട്രോളോട് എൻ്റെ നമ്പർ ചോദിച്ചു, അവർക്ക് ഞാൻ വേണമെന്ന് പറഞ്ഞിട്ട് ഒരു പടത്തിലേക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അവർ പറഞ്ഞു ഞാൻ തീരെ സുഖമില്ലാണ്ട് ഇരിക്കുകയാണ് പറഞ്ഞു. അപ്പോൾ ഇവർ പറഞ്ഞു ആയിക്കോട്ടെ, കസേരയിൽ പിടിപ്പ് സാറ് ഇത് പറഞ്ഞപ്പോൾ ഞാനത് ഓർത്തു, ഇരുന്നിട്ട് അഭിനയിക്കാനോ സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സിലേക്ക് വന്നു. അപ്പോൾ അവർ കസേരയിൽ ഇരുത്തിയിട്ട് ഞങ്ങൾക്ക് അവർ ഇരുന്ന് സംസാരിച്ചാൽ മതി എന്ന് പറഞ്ഞു. അവർ ഇരിക്കേണ്ടി പോയിട്ട് അവർ കിടന്നിടത്തു നിന്ന് അവർ നിങ്ങൾ പിടിച്ചാൽ പോലും എണീക്കില്ല എന്ന്. അതേ കിടപ്പാണ്, മലമൂത്രമൊക്കെ കിടക്കണേലാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർക്ക് അങ്ങനെയാണെങ്കിൽ ഒന്ന് കാണണമെന്ന് പറഞ്ഞിട്ടാണ് ഇവർ വിളിച്ചത്. ഞാൻ എൻ്റെ വീട്ടിൽ വന്നാൽ കാണാമെന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ പിന്നെ എന്താ പറയുക, തിരുവനന്തപുരത്ത് വേട്ടമുക്കിൽ വാടകയ്ക്ക് താമസിക്കാം. അപ്പോൾ ഇവർ വന്നു. അപ്പോൾ വീട് കുറച്ച് ബാക്കിലേക്ക് പോകണം, അടുക്കളയിലേക്ക്. അപ്പോൾ ഇവർ വന്ന് കോളിംഗ് ബെല്ലടിച്ചപ്പോൾ ഞാൻ ഏതാണ്ട് വായിലിട്ട് ഞാൻ വീട്ടിൽ നിൽക്കുന്ന പറ വേഷത്തോടുകൂടി നിൽക്കുക, എനിക്ക് അങ്ങനത്തെ ഇതൊന്നുമില്ല. അപ്പോൾ വന്നപ്പോൾ ഇതുപോലെ ഒരു പയ്യനുണ്ട് കൂടെ, ഇത്ര തന്നെ ഉള്ളൂ ശരിക്കും. ഒരു പയ്യൻ്റെ 2 പെണ്ണുങ്ങളുമാണ്, ഡയറക്ടറും പ്രൊഡ്യൂസറും കൺട്രോളർ ആരാണ്ടൊക്കെ എനിക്ക്. അവർ ഒരു നേരം കണ്ടാൽ പിന്നെ ഒരാളെ അറിയില്ല, അത് വേറെ കാര്യം. അപ്പോൾ ഈ പയ്യൻ അവരോട് പറഞ്ഞു ഇപ്പോഴാണ് അവൻ്റെ ചെകിട്ടത്ത് നാല് കൊടുക്കേണ്ടതെന്ന്. അപ്പം ഞാൻ പറഞ്ഞു എന്താ മോനെ കയറി വന്നിട്ട് ചെകിട്ടത്ത് തരാൻ പറയണത്? ഞാനിത് കേട്ട് വന്ന് അവർ പറയണം, അവരോട് ഒരാൾ എൻ്റെ നമ്പർ ചോദിച്ചാൽ പറഞ്ഞു ഞാൻ തീരെ നീക്കാൻ വയ്യാണ്ട് കിടക്കണം, ഈ ജന്മത്തിൽ ഞാൻ നീക്കൂല അഭിനയിക്കൂല എന്ന്. എനിക്കറിയില്ല എന്തിനങ്ങനെ പാര വരുന്നത്. ഞാൻ ഒരാളോട് ഒരൊന്നിനും പോകണില്ല, ഒരാളോട് വഴക്കിനും പോകണില്ല. വയ്യ എവിടെ ചെന്നാലും ഈ എന്താ പറയുക പോയ കോടാലി എന്ന് പറഞ്ഞ രീതിയിൽ സംസാരിക്കണതേ ഉള്ളൂ. ഇപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായില്ലോ സലീംകുമാർ മരിച്ചിട്ട് അവിടെ നമ്മൾ കാണുമല്ലേ. അപ്പം ഇതൊക്കെ എത്തിക്സിൻ്റെയും ഞാൻ പറയുക മീഡിയയുടെ ഒരു അതിപ്രസരം കൊണ്ട് ഞാൻ പറഞ്ഞല്ലോ കയ്യിൽ മൊബൈൽ ഫോൺ കിട്ടിയതോടെ ഉണ്ടായിട്ടുള്ള വലിയ വ്യത്യാസമാണ്. അതായത് ടെക്നോളജിയുടെ ആവിർഭാവം കൊണ്ടുണ്ടായിട്ടുള്ള ഏറ്റവും ഡിസാസ്റ്റേഴ്സ് ആയിട്ടുള്ള കാര്യമാണ്. അതായത് മറ്റൊരാളുടെ സ്വകാര്യതയിലേക്ക് ഇടിച്ചു കയറി നിൽക്കുക. എൻ്റെ ഒരു ലാഭം ഈ പറയുന്ന വ്യൂവർഷിപ്പിനും ഒക്കെ വേണ്ടിയിട്ടാണ് യൂട്യൂബ് ചാനൽ എന്നൊക്കെ അമ്മ പറഞ്ഞതുപോലെ ഇതൊക്കെ എൻ്റെ സ്വാർത്ഥത്തിന് വേണ്ടി ചെയ്യുമ്പോൾ ഇത് മറ്റുള്ള ആൾക്കാരെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളത് കൂടി ചിന്തിക്കാനുള്ള ഒരു ബോധമൊന്നും മനുഷ്യർക്കില്ലേ, എനിക്കറിയില്ല. അതൊരു സാമാന്യ ബുദ്ധിയല്ലേ. നമ്മൾ ഏറ്റവും പ്രോഗ്രസീവ് ആയിട്ടുള്ള ജനതയാന്ന് പറയുകയും ഏറ്റവും സാക്ഷരതയുള്ള സംസ്ഥാനം എന്ന് പറയുകയും നമ്മൾ ഇത്തരത്തിൽ വളരെ ബോറായിട്ട് നമ്മളിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും എവിടെയെങ്കിലുമൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അത് വളരെ സങ്കടമുള്ള കാര്യമാണ്. അങ്ങനെ അരുത് എന്ന് പറയാനേ പറ്റുള്ളൂ. നമ്മളാണ് ആ മാറ്റം കൊണ്ടുവരേണ്ടത്, അല്ലാണ്ട് അത് മുൻകൂട്ടി ശരിക്കും കാണേണ്ടിയിരുന്നു. പക്ഷേ അത് കാണാൻ ആർക്കും ഇവിടെ സാധിച്ചില്ല. ശ്രീനിസാറ് മരിച്ചപ്പോഴും ഇത് അവിടെ വലിയൊരു പ്രശ്നം തന്നെയായിരുന്നു. പക്ഷെ അതൊരു വാർത്തയായല്ലോ. പക്ഷെ ഈ ചന്തു പ്രതികരിച്ചപ്പോൾ അപ്പോഴാണ് ഒരു വാർത്തയായപ്പോഴാണ് ഈ ഒരു തിരിച്ചറിവ് എല്ലാവർക്കും ഉണ്ടായതും. ആ തിരിച്ചറിവ് ഇത്തരം യൂട്യൂബേഴ്സിന് ഉണ്ടാകേണ്ടതാണ്. ഇനി ഉണ്ടായില്ലെങ്കിൽ അത് പ്രശ്നമാകും. ഇപ്പൊ തന്നെ ദുരന്തത്തിലാണ് ഇപ്പോൾ. അതെ, തമിഴിലാണ് പ്രധാനമായിട്ട് കാണുന്നത്. തമിഴിലെ ആളുകൾ കുഴപ്പമില്ല ചേച്ചിയുടെ നമ്പർ തപ്പിപ്പിടിച്ചിട്ട് വിളിച്ച് അങ്ങനെ അവരുണ്ടെങ്കിലേ പടം മുന്നോട്ട് പോകുള്ളൂ എന്നുള്ള അവസ്ഥയിലൊക്കെയാണ്. അപ്പം അവിടുത്തെ എല്ലാ പ്രധാനപ്പെട്ട ആളുകളുടെയും അമ്മയും അമ്മൂമ്മയും ഒക്കെ ആയി കഴിഞ്ഞിരിക്കുന്നു. അത് മലയാളത്തിൽ നിന്ന് വിളിക്കാത്ത അവസ്ഥയുണ്ടോ അതോ തമിഴിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല, മലയാളത്തിൽ കണ്ടിട്ടാണല്ലോ തമിഴിലേക്ക് എന്നെ വിളിച്ചത്. അപ്പൊ നമുക്ക് ഒരിക്കലും മലയാളത്തെ തള്ളി പറയാൻ പറ്റില്ല. മലയാളത്തിൽ വന്നു മലയാളത്തിൽ കണ്ടിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് വിളിച്ചത്. അപ്പൊ അതുകൊണ്ട് മലയാളത്തിൽ പിന്നെ ഇപ്പൊ എന്താന്ന് വെച്ചാല് മലയാളത്തിൽ വർക്കില്ല, അതായത് ക്യാരക്ടർ ഇല്ല. അമ്മന്ന് മാത്രല്ല, അമ്മയില്ല, അച്ഛനും ഇല്ല, അമ്മാമ്മയില്ല, മുത്തശ്ശിയില്ല, മുത്തശ്ശനും ഇല്ല, ഒന്നുമില്ല. പണ്ട് ഞാനൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മലയാളത്തിൽ ഇപ്പൊ ചുരുക്കി പറഞ്ഞാല് 4 ആൺപിള്ളേരും വേണം 4 പെൺപിള്ളേരും വേണം, അത് തുണിയും വേണ്ട. അപ്പോൾ പണ്ട് പുളിയുറുമ്പ് കടിച്ച 4 തട്ടിക്കൊടയിലും കഴിഞ്ഞാൽ സിനിമയായി.
അപ്പോൾ ഒരു കുടുംബങ്ങളുണ്ടെങ്കിലല്ലേ ഞങ്ങളെപ്പോലുള്ള ക്യാരക്ടേഴ്സിനെ പ്രായമുള്ളവർക്കുള്ളൂ. അതില്ല. പിന്നെ നമ്മൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളതും ഇല്ലാണ്ടാവും. അതുകൊണ്ട് ഞാനൊന്നും പറയാറില്ല. അതുകൊണ്ട് ഇതൊന്നും അങ്ങനെ കൊടുക്കുകയും വേണമെന്നില്ല. അല്ല, ഇതൊന്നും അങ്ങനെ കൊടുക്കുകയും വേണമെന്നില്ല. അതെ, അല്ല അതിപ്പോ തട്ടിക്കൊടാൻ ഞാൻ എന്തായാലും തന്നാലും ഇല്ല. ഞാൻ പറഞ്ഞ സിനിമയ്ക്ക് 2 നിർബന്ധ കാര്യമുണ്ട്. ഒന്ന് തുണി വേണം, ഒന്ന് പണവും വേണം. ഇത് രണ്ടും ഉണ്ടെങ്കിൽ ഞാൻ ഓക്കെയാണ്. തട്ടിക്കൊടച്ചിലൊന്നും ഞാനില്ല. എന്ത് ക്യാരക്ടറും എന്ത് വേഷവും ഞാൻ എടുക്കും, എന്ത് ചെയ്യും. പക്ഷെ തുണി വേണം, അത് നിർബന്ധമാണ്. പക്ഷേ ഈ മലയാളത്തിലെ കസ്തൂരിമാനാണ് തമിഴിലേക്ക് എൻട്രി. അവിടെയും കസ്തൂരിമാൻ ഉണ്ടായിരുന്നല്ലോ. അവിടെ ഞങ്ങൾ ചെയ്തു. അവിടെ സാറിന് സുഖമില്ലാണ്ട സമയത്താണ് ചെയ്തത്. അത് പ്രസന്നയായിരുന്നു. പ്രസന്ന മീര ജാസ്മിനും. പിന്നെ എന്താ വെച്ചാൽ സുനാമി സമയത്തായിപ്പോയി റിലീസായത്. അതിൽ സാറിന് കുറെ നഷ്ടങ്ങൾ വന്നു. നിങ്ങൾ തമ്മിൽ നാടകവുമായിട്ട് സമകാലീനരാണല്ലോ ഏറെക്കുറെ. നിങ്ങൾ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു ആ സമയത്ത്? ഒരുമിച്ച് അഭിനയിച്ചിട്ടില്ല, പക്ഷേ ഒരുപാട് നിങ്ങളുടെ ബസ് അങ്ങോട്ട് പോകുമ്പോ അവിടുത്തെ ബസ് ഇങ്ങോട്ട് നാടകം ചെയ്തില്ല. അതെങ്ങനെയാ അറിയോ? അല്ല, ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ കോട്ടയം രമേശന്റെ നാടകത്തിൽ ട്രൂപ്പിന്റെ ബസ് അങ്ങോട്ട് പോകുമ്പോ സങ്കേതങ്ങളുണ്ട്, കാപ്പി കുടിക്കാൻ നിർത്തുക, ഊണ് കഴിക്കാൻ നിർത്തുന്നത്. അവിടെ താമസിക്കുന്ന ചില ലോഡ്ജുകൾ, ഹോട്ടലുകളൊക്കെ ഉണ്ട്. അവിടെ വന്ന് ക്യാമ്പ് ചെയ്യും. അപ്പം അത് 1 2 അല്ല, 14 സമിതി 15 സമിതികളൊക്കെ ഒരേ സമയത്ത് വന്ന് കിടന്ന കാലഘട്ടമുണ്ട്. അത് മാത്രമല്ല, ഇപ്പം 3 നാടകം 4 നാടകമൊക്കെ ഉണ്ടാവും. സമിതികൾ തന്നെ ഉണ്ടാവും. അപ്പോൾ ഒരു ദിവസം ഞങ്ങളെ ഇല്ലെങ്കിൽ ഇപ്പൊ 3 നാടകം ഉണ്ടാവും അവിടെ. അപ്പൊ ആദ്യത്തെ നാടകക്കാർ വന്നിട്ട് അപ്പൊ വേറെ നാടകം ഇല്ലെങ്കിൽ കുറച്ച് നേരത്തെ ഇവിടെ വരും. നാടകക്കാരായിട്ട് കാണാനും പരിചയപ്പെടും. ആ ഒരു ബന്ധം വേറെ തന്നെ, അത് സിനിമയിൽ കിട്ടൂല. കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. ഇപ്പൊ കോട്ടയം രമേശേട്ടൻ നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി തെക്ക് ഭാഗത്തേക്കാണല്ലോ. ഇപ്പൊ കൊല്ലം, ട്രിവാൻഡ്രം സൈഡിലുള്ള നാടകം വേറൊരു രീതിയിലാണല്ലോ. ഇപ്പൊ ചേച്ചിനെ നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി വള്ളുവനാടൻ, പാലക്കാട് ആ ഏരിയയിലാണല്ലോ നാടകം നടത്തുന്നത്. അപ്പൊ നിങ്ങൾ തമ്മിലൊരു അങ്ങനെ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു, ഒരു വേർതിരിവ്. അതിനകത്തൊരു വേറൊരു പ്രശ്നം ഉണ്ടെന്നറിയോ? തിരുവനന്തപുരത്തുള്ള ഒരു സമിതി തിരുവനന്തപുരത്ത് കളിക്കുന്നതിനേക്കാൾ കൂടുതൽ വടക്കൻ സൈഡിലായിരിക്കും കളിക്കുന്നത്. വടക്കുള്ള ഒരു സമിതി അവിടെ കളിക്കുന്നതിൽ കൂടുതൽ തെക്കായിരിക്കും കളിക്കുന്നത്. കാരണം ഈ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ലെന്ന് പറഞ്ഞ പോലെ ഇപ്പൊ കോട്ടയത്ത് ഒരു നാടകം നടന്ന കോട്ടയം ഇന്ന തിയേറ്റേഴ്സ് എന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ കോട്ടയക്കാരുടെ പരിപാടിയാണ്. അപ്പൊ അവരൊരു വടകര, ഇത് നല്ല നാടകമായിരിക്കും ചിലപ്പോ, പക്ഷെ അത് വേണ്ട. വടകര എന്ന് ഒരു തല്ലിപ്പൊളി ആണെങ്കിലും കൊണ്ടുവന്ന് വെച്ചിട്ട് അവിടെ വടകര എന്ന് വരുന്നു, കാസർഗോഡ് നിന്ന് വരുന്നു എന്ന് പറയുമ്പോൾ ആ നാട്ടിലൊരു ഇതുണ്ട്. അവർ കാസർഗോഡ് നിന്ന് വരുന്നവരാ. അപ്പൊ അവർക്ക് പിരിവ് നമ്മൾ പൈസ കൂടുതൽ കൊടുക്കണ്ടേ? അപ്പൊ അതിന് പിരിവ് കൂടുതൽ വേണം. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞാ പിരിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല കേട്ടോ, നാടകവും സിനിമയും രണ്ടും തന്നെയാണ്. കാരണം സ്നേഹവും ബന്ധങ്ങളും കൂടുതൽ നാടകത്തിനാണ്. അത് ഒരു വർഷമാണ് ആർട്ടിസ്റ്റുകൾ ഒരുമിച്ച്, ആണെന്നോ പെണ്ണെന്നോ ഇല്ല, ഒരു കുടുംബം. അത് പുറത്തുള്ളവർ കാണുക അങ്ങനെയല്ല. പക്ഷെ ഞങ്ങൾക്ക് ആ ഒരു ബന്ധം മറക്കാൻ പറ്റില്ല. സിനിമയിൽ എന്ന് പറഞ്ഞാൽ ഇപ്പം ഇന്നൊരു ഷൂട്ട് കഴിഞ്ഞു, ഇന്ന് ഷൂട്ട് കഴിഞ്ഞ് അങ്ങോട്ട് പോയാൽ നാളെ കണ്ടാൽ വേണ്ടിക്കോളണമെന്നില്ല. കണ്ടാൽ മുട്ടേ പോകുമ്പോൾ അങ്ങ് പോവും. അപ്പോൾ തിരിഞ്ഞു നിന്നിട്ട് അയ്യോ ഇന്ന ആളല്ലേ പോയത്, അതെ. അപ്പോഴേക്ക് നമ്മൾ ആലോചിച്ചുണ്ടാക്കുമ്പോഴേ അവർ പോയി കാണും. പക്ഷെ നാടകം അതല്ല, ഭയങ്കര കോർഡിനേഷൻ ആണല്ലോ. ഇപ്പൊ ബാക്ക് സ്റ്റേജിൽ ഒരു കയറം കെട്ടുവാണല്ലോ. അവിടെ ഇങ്ങനെ തുണികൾ ഇട്ടിട്ടിട്ട് പിന്നെ സ്ത്രീയായാലും പുരുഷനായാലും ഒരു മുണ്ടിന്റെ മറവിലൊക്കെ ആണല്ലോ സ്ത്രീകളും പുരുഷനും ഒരു തുണിട്ട് കാണി ഒരുമിച്ചൊന്നുമല്ല തുണി. പക്ഷെ വേറൊരു കാര്യമാണ് കേട്ടാ, ചില സമയത്ത് അച്ഛന്റെ ഞങ്ങൾക്ക് വേറെ സ്ക്രീൻ കെട്ടിത്തരും. അതിന്റെ അടിയിൽ കൂടിയൊക്കെ ചിലര് കോലക്കെട്ട് നോക്കും അതേ കൂടി. കാരണം നമ്മളാരെങ്കിലും പെണ്ണുങ്ങൾ നിൽക്കണുണ്ടെങ്കിൽ അവരെ കാലുമല്ലെങ്കിലും കുത്താൻ പറ്റുമെന്നേ. അല്ല, അതുകൂടെ വേറൊരു ഇതുണ്ട്. ചില സ്റ്റേജുകൾ ഈ വാർക്കയുടെ പലക അടിച്ച ഇതായിരിക്കും. അത് ഇടയ്ക്ക് കെട്ടുണ്ട്. ആ കെട്ടുള്ളപ്പോൾ ഈ ഗ്യാപ്പ് കിടക്കും, കയറിന്റെ ഗ്യാപ്പ് കിടക്കും. ഇവന്മാർ ഈ സ്റ്റേജിന് അടി വന്നിരുന്ന് ഈർക്കിലിട്ട് രംഗത്ത് നിൽക്കുന്ന നടിമാരുടെ കാലിട്ട് കുത്തും. അങ്ങനെയൊക്കെയുള്ള കുരുത്തക്കേടുകൾ കാണിക്കുന്നു. പക്ഷെ നമ്മൾ രഹസ്യമായിട്ട് ചില സ്റ്റേണായിട്ടുള്ള കമ്മിറ്റിക്കാരുണ്ടാവും. ആ കമ്മിറ്റിക്കാരെന്ത് ചെയ്ത് അവരോട് പറയും, രഹസ്യമായിട്ട് അവരോട് പറയും. അവരത് വളഞ്ഞിട്ട് ഇവനെ പിടിച്ചെടുത്തോണ്ട് അങ്ങ് പോകും. പിന്നെ അവിടെ പടവോ എന്നുള്ള ശബ്ദം കേൾക്കാം, അടിക്കുന്ന ശബ്ദം. ഞാൻ ഓർക്കുന്നത് ഇവൻ ഈ സ്റ്റേജ് കെട്ടുമ്പോഴേ അവിടെ കയറി. അല്ലല്ല, രാത്രി നാളെ തുടങ്ങി കഴിഞ്ഞാൽ ലൈറ്റ് എല്ലാം ആണെങ്കിൽ അപ്പൊ സ്റ്റേജിൽ മാത്രമല്ലേ ലൈറ്റ് ഉള്ളൂ, ബാക്കിയുള്ള ലൈറ്റുകളെല്ലാം കിടുമല്ലോ. അപ്പൊ ആ പുറവശത്തുള്ള ലൈറ്റ് അറിയാം. എല്ലാവരും അങ്ങോട്ട് നോക്കിയിരിക്കല്ലേ, ഇതിന് അടിയിൽ കൂടെ ആര് പോകുന്നു വരുന്നു എന്നുള്ളവർ അറിയത്തില്ല. ഫ്രണ്ട് ചിലടത്ത് മറച്ചിരിക്കും, ഇവര് ഓല കെട്ടിയിട്ട് ഫ്രണ്ട് അങ്ങ് സ്റ്റേജിന്റെ ഫ്രണ്ട് വശം. സംശയം എന്താ കാര്യത്തിൽ? പിന്നെ ഒരുപാട് അനുഭവങ്ങൾ, 100 അനുഭവങ്ങൾ. എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും വലിയ നാടക സംബന്ധമായ ഒരു
ഇത് സബ്ജക്റ്റ് വന്നു. ഒരു വണ്ടി ഇവിടുന്ന് നോർത്ത് ഇന്ത്യയിൽ പോയി നാടകം കളിച്ച് തിരിച്ചു വരുന്നു. ഒരു സൂപ്പർ ഹിറ്റ് കോമഡി സിനിമയായിരിക്കും. അതിനുള്ള സകല സംഭവങ്ങളും അതിനകത്തുണ്ട്. പക്ഷെ ഇത് പറഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല. ഇത് നമ്മള് ഇതിന്റെ രംഗം ഓരോന്നോരോന്ന് പറഞ്ഞു വരുമ്പോഴാണ് അവർക്ക് ഇത് ഇങ്ങനെ ഇത് സംഭവം ഉണ്ടോ എന്ന് അറിയാം. ചേച്ചിയുടെ ആട്ട് വരുമ്പോ എങ്ങനെയുണ്ട്? അത് തമിഴിലും കേൾക്കണോ? ഈ മലയാളത്തിൽ കണ്ടിട്ട് ഇവരെ തമിഴിലും ആട്ടാൻ പറയാം. തമിഴിൽ ആട്ടാൻ പറഞ്ഞോട് അതെങ്ങനെയുണ്ട്? ആട്ടാൻ പറഞ്ഞു. ചേച്ചിയിടും, ബാക്കി ഡബ്ബ അവരിടും. രജനീകാന്തിനെ ആട്ടുക, മോഹൻലാലിനെ ആട്ടുക, അതൊരു വലിയ ബഹുമതിയാണ്. ഒരിക്കലും ജീവിതത്തിൽ ചെയ്യാൻ പറ്റില്ല. ഇന്നാളേ നമ്മുടെ കലാഭവൻ മണിയുടെ അനിയൻ കണ്ണൻ രാമകൃഷ്ണൻ, ഞങ്ങൾ അവനെ കണ്ണൻ എന്നാ വിളിക്കാം. ഈ മണിയുടെ അച്ഛൻ്റെ ഒരു ഇത് നടത്തിയായിരുന്നു. അപ്പൊ എന്നെ വിളിച്ച് അമ്മ വരണോ അങ്ങനെ അങ്ങനെയെന്നൊക്കെ പറഞ്ഞ്. അപ്പൊ അവൻ എൻ്റെ മോനായിട്ടൊരു ഇതിൽ അഭിനയിച്ചിട്ടുമുണ്ട്, ടീച്ചറപ്പായി എന്ന് പറഞ്ഞ ഒരു പടത്തില് കണ്ണൻ. അപ്പൊ വിളിച്ചിട്ട് എന്താ പറഞ്ഞ വെച്ചാൽ വരണോട്ടോ, ഒരാട്ടാട്ടണോട്ടോ വന്നിട്ട് എന്ന്. അവൻ എല്ലാവരും വരും അനുഗ്രഹം തരണമെന്നാ, ഞാൻ ഒരാട്ടാട്ടണമെന്നാ. അത് അവൻ പരസ്യമായിട്ട് അവിടെ പറയുകയും ചെയ്തു. അമ്പലത്തിൽ വിളക്ക് കത്തിക്കാൻ വിളിക്കും. വിളക്കൊക്കെ കത്തിച്ച് കഴിഞ്ഞാൽ നമ്മളെന്തായാലും അമ്പലത്തിനെ കുറിച്ച് രണ്ട് വാക്ക് പറയുമല്ലോ. പറഞ്ഞ ഒരാട്ടാട്ടണമെന്ന്. ഞാൻ പറഞ്ഞു ദൈവമേ ഇത് അമ്പലമാണ്. അപ്പൊ അതിനോട് എന്തെങ്കിലും ചെയ്യണം. ഞാൻ പറഞ്ഞു പറ്റില്ല കേട്ടോ, ഞാൻ കൂതറയാണ് ചെയ്യുന്നത്, അത് അമ്പലത്തിൽ ചെയ്യാൻ പറ്റില്ല. ഒരാട്ടാട്ടണം. ഒരു ദിവസം സത്യ ശിവന്റെ അമ്പലം. അപ്പൊ ഞാൻ പറഞ്ഞു ക്ഷിപ്രകോപിയ ശിവൻ നമ്മളൊക്കെ കേട്ടിട്ടില്ലേ. ഞാനൊക്കെ ആണെങ്കിൽ അത് ഇച്ചിരി പേടിച്ച് ഞാൻ ശരിക്കും വിശ്വസിച്ചല്ല, ഭയന്ന്. നിങ്ങൾ കണ്ടില്ലല്ലോ. അങ്ങനെ ഭയന്ന് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ക്ഷിപ്രകോപിയാണ് ശിവൻ, അങ്ങനെ പാടില്ല. ഞങ്ങൾ ശിവഭഗവാനോട് പറഞ്ഞപ്പോ പറഞ്ഞു ഇഷ്ടം പോലെ ആട്ടിക്കോളാൻ പറഞ്ഞു. ഇവര് കൈ കോർത്ത് പിടിച്ചിട്ട് എന്നെ അമ്പലത്തിന്റെ അടുത്ത് ഇങ്ങോട്ട് പോരാൻ സമ്മതിച്ചില്ല, ആട്ടിച്ചേ വിട്ടു. അപ്പൊ പിന്നെ എന്തെന്നറിയാം, അപ്പൊ ഞാൻ ഇവരോട് ഇങ്ങനെ ഓരോ വർത്താനങ്ങൾ പറഞ്ഞപ്പോ ഇവർക്ക് പേടിയായി തുടങ്ങി. ഞാൻ പറഞ്ഞു നിങ്ങൾ ഞാട്ടാരാണ് വിളിച്ചത്, അതിനാണ് ഇതിനാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഇവർക്ക് ഇങ്ങനെ കുറച്ച് പേടി അവർ പുറകോട്ട് പറയുമ്പോൾ ഒറ്റ ആട്ടാണ്ട് കൊടുത്തു. അതിൽ തീർന്നു അല്ലേ? രണ്ടുപേരോടും ചോദിക്കാനുള്ളത് ഈ സ്പാക്ക് ശേഷം ജീവിതം എത്രമാത്രം മാറി എന്നുള്ളത്. കാരണം ഇപ്പൊ ഞാൻ ഇദ്ദേഹത്തോട് ഇന്റർവ്യൂവിന് മുമ്പ് സംസാരിക്കാൻ ശ്രീകാന്തേട്ടനോട് ഒരു 8-9 കുറിപ്പുകളാണ് സ്പാന്റെ OTT റിലീസിന് ശേഷം വന്നത്. എന്താണ് സെക്ഷൽ ഫാന്റസി അല്ലെങ്കിൽ അങ്ങനത്തെ മൈൻഡ് സെറ്റുള്ള ആളുകളെ പറ്റി, അങ്ങനത്തെ മൈൻഡ് സെറ്റ് ഉണ്ടായിരുന്ന വലിയ വലിയ പ്രസിദ്ധരായിട്ടുള്ള ആളുകളെ പറ്റി ഇത്രയും ഒരു വേവ് പ്രതീക്ഷിച്ചിരുന്നു? 1, 2 ഇനി അങ്ങോട്ടേക്ക് ഇതിൽ വിട്ട് താഴെ സബ്സ്റ്റാൻഡേർഡ് ആവാൻ പറ്റില്ല ഇയാളെ കൊണ്ട്, അങ്ങനെ അനുവദിച്ചവരുണ്ടോ? രണ്ടുപേരും മറുപടി പറഞ്ഞു. പ്രതീക്ഷിച്ചിരുന്നോ എന്നാണോ? ഞാന് അതിന്റെ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഓവർ പ്രതീക്ഷയുള്ള ഒരു സിനിമയാണ് ഇതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് ആ സിനിമയിൽ ഭയങ്കര പ്രതീക്ഷയായിരുന്നു. പിന്നെ അതിന്റെ ചില ക്ലൈമാക്സിലെ ചില പ്രശ്നങ്ങളുണ്ട്, ബാക്കിയെല്ലാം ഇത് പറയുന്ന ഓരോ സെഗ്മെന്റുകളായി ഭയങ്കരമായ ഒരു ഒബ്സർവേഷനിലും അദ്ദേഹം നല്ലൊരു പഠനം നടത്തി ചെയ്ത ഒരു സിനിമ തന്നെയാണ്. പക്ഷെ അതിൽ ചെയ്യിക്കാൻ വകയ്ക്കുള്ള ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് താനും വൾഗറല്ല, അഡൽട്ട് കോമഡിയാണ്. പക്ഷെ നമ്മൾ ഡയറക്ടറെ നോക്കി കൂടിയാണല്ലോ ഇത്തരത്തിലുള്ള വിഷയം കൈകാര്യം ചെയ്യുന്ന ഒരു സിനിമയിലേക്ക് നമ്മൾ എൻട്രി ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിനുള്ള കോൺഫിഡൻസ് ആയിരുന്നു നമുക്കുള്ള ആ സിനിമ ചെയ്യാനുള്ള ധൈര്യം എന്ന് പറയുന്നത്. പക്ഷേ ആ സിനിമ OTTയിൽ അതിഭീകരമായിട്ട് അത് സ്വീകരിക്കപ്പെടുന്നുണ്ട്, അത് കാണുന്നുണ്ട്, റീൽസുകളായിട്ട് വരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ആക്ഷൻ ഹീറോ വിജു പോലെയുള്ള സിനിമയിലെ പോലെ തന്നെ റീൽസുകളായിട്ട് വരുന്നുണ്ട്. സ്ത്രീകൾക്ക് ജോജിയോടുള്ള ആറ്റിറ്റ്യൂഡൊക്കെ മാറില്ലേ ചിലപ്പോ? അതറിയില്ല. ശരിക്കും ഇതൊക്കെ ഒരു കോംപ്ലിമെന്റ് ആയിട്ട് ജോജിയെ കണ്ടിട്ട് ആൾക്കാർക്ക് ദേഷ്യം വരുന്നു അല്ലെങ്കിൽ മാറി നടക്കുന്നു എന്നൊക്കെ പറയുന്നത് സത്യത്തിൽ ജോജി എൻജോയ് ചെയ്യാൻ വേണ്ടത്. ഇത്രയും കാലമായിട്ടേ ചെയ്തിട്ടുള്ള വേഷത്തിൽ സ്വന്തം സ്വഭാവമായിട്ട് ചേർന്ന ഒരു വേഷം കിട്ടിയത് അത് ഗംഭീരമാക്കി. എപ്പോഴും ഒരു ക്യാരക്ടർ റോൾസ് ചെയ്യുന്ന നമ്മളെ പോലുള്ള ആൾക്കാർക്ക് ഈ താര പകിട്ടിനേക്കാൾ കൂടുതൽ നമ്മളെ ചില കഥാപാത്രങ്ങൾ ചെയ്യുന്നത് വരും. അതെ. അപ്പോൾ അവിടെ ഉള്ള ചലഞ്ച് എന്ന് പറഞ്ഞാൽ നേരത്തെ വിഷ്ണു പറഞ്ഞ വാക്കുകളുടെ എടുത്താൽ സ്റ്റീരിയോ ടൈപ്പ് വരാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ നിലയ്ക്ക് ആലോചിക്കുമ്പോൾ ഞങ്ങൾക്കൊക്കെ ഭയങ്കര ചലഞ്ചായിരുന്നു ആ ക്യാരക്ടർ. തന്നെയല്ല അതിലൂടെ നമ്മൾ അറിയപ്പെടുന്നു. ഇപ്പം ആൾക്കാർ നമ്മളെ ഇതിനു മുമ്പ് കണ്ടിരുന്നപ്പം ജോജിയുടെ കേസിൽ ജോജി എന്ന സിനിമയാണ് ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളെങ്കിൽ പിന്നെ കാതൽ ഡിസ്കസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിനുശേഷം ജോജിയെ കുറിച്ച് ആൾക്കാർ കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത് ഇപ്പോൾ സ്പാന്ന സിനിമയാണ്. അപ്പോൾ അത് ആ നിലയ്ക്ക് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കരമായിട്ടുള്ള റിസപ്ഷൻ കിട്ടിയിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി എന്നെ വിളിക്കാതിരുന്ന ധാരാളം സുഹൃത്തുക്കൾ, കോളേജിലൊക്കെ പഠിച്ചിരുന്ന കാലത്ത് മാത്രം ഉണ്ടായിരുന്ന ബന്ധങ്ങളൊക്കെ ഇപ്പോൾ ആ ബന്ധങ്ങളില്ലാത്തവരൊക്കെ നമ്മളുടെ നമ്പർ തപ്പിയെടുത്തും ഇൻസ്റ്റയിലൊക്കെ എടാ നീ ആ ശ്രീകാന്ത് തന്നെയാണോ, നീ ഇങ്ങനെ ചെയ്യുമോ,
എന്നൊക്കെയാണ്. അപ്പം ഞാനല്ല ചെയ്തത് എന്ന് പറയാലോ. അപ്പോൾ അതൊരു സ്പേസ് ആയിരുന്നു. കുറേയേറെ ബന്ധങ്ങൾ തിരിച്ച് വന്നു. ഇപ്പോൾ ഈ സിനിമയും സത്യത്തിൽ സംഭവിച്ചതിലും ഞങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള കാരണം നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ഈ ക്യാരക്ടേഴ്സിനുള്ള നമുക്കത് ചെയ്യാനുള്ളൂ. ഡയറക്ടർ പറയുന്നത് പോലെ ചെയ്യാന്നുള്ളൂ. അപ്പോൾ അവിടെ ചലഞ്ചിങ് ആയിട്ടുള്ളത് ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ ഈ അപ്പിയറൻസ് കണ്ടില്ലേ, ഈ ഒരു അപ്പിയറൻസിൽ എനിക്ക് വേറൊരാളെ ക്ഷണിച്ചിട്ടില്ല. അപ്പൊ അതിനെ ഏറ്റവും ചലഞ്ചിങ് ആയിട്ട് ചെയ്യാം. സ്പായിൽ സംഭവിച്ചത് തന്നെയാണ്, അതിനാണ് ഇപ്പൊ ഇതിൽ സംഭവിക്കുന്നത്. ചില സിനിമകൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നമ്മള് കുറച്ച് നന്നായി ജീവിച്ചാൽ എന്ന് തോന്നുന്ന നമുക്കൊരു വിചിന്തനം ഉണ്ടാവുന്ന കഴിഞ്ഞ സിനിമകളുണ്ടല്ലോ. ഞാൻ പറഞ്ഞ സാറിന്റെ ചില സിനിമകൾ കാണുമ്പോൾ ഒരവസ്ഥയുണ്ട്. അപ്പൊ ആ ഒരു ജീവിക്കാൻ അങ്ങോട്ടേക്ക് നന്നായി നല്ല മനുഷ്യരായി ജീവിക്കാനുള്ള ഒരു ധൈര്യം സത്യത്തിൽ സംഭവിച്ചത് തരട്ടെ കാണുന്ന പ്രേക്ഷകർക്ക്. സിനിമ സംസാരിക്കട്ടെ 4 പേരുടെ നേരത്തിന് ഒരുപാട് നന്ദി. നല്ല നമസ്കാരം. താങ്ക് യു. നമസ്കാരം. Own your pride. Pride Diamond Collections by Joya Lucas, world's favorite jeweler.